നമസ്കാരം, KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അബേഷ് രഘുവരൻ. പ്രധാന വാർത്തകൾ. കേരള രാഷ്ട്രീയത്തിൽ കണ്ണെറിഞ്ഞ് അമ്പിളി ജേക്കബ്. ലയനത്തിനില്ലെന്നും പിതാവ് TM ജേക്കബ് ചോരയും നീരും കൊടുത്തു വളർത്തിയ പാർട്ടിയെ സംരക്ഷിക്കുമെന്നും അമ്പിളി ജേക്കബ്. കൂട്ടിലെ തത്തയായി CBI. CPM-നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ BJP ദേശീയ അധ്യക്ഷൻ ഇഷ്ടക്കാരെ CBI-യിൽ തിരികെ കയറ്റി കേരളത്തിലേക്ക് അയക്കുന്നുവെന്ന് രാമങ്കരി LC സെക്രട്ടറി R. രാജേന്ദ്രകുമാർ. അവഗണിക്കാനാവാത്ത ശബ്ദം. അവഗണനയിൽ നിന്നും അടിച്ചമർത്തിൽ നിന്നുമാണ് NSS എന്ന മഹാപ്രസ്ഥാനം രൂപപ്പെട്ടതെന്ന് കുട്ടനാട് യൂണിയൻ പ്രസിഡന്റ് PK രാധാകൃഷ്ണ പണിക്കർ. കൂറ് അങ്ങും ചോറ് ഇങ്ങും. കോൺഗ്രസ് മന്ത്രിമാർ ആലപ്പുഴയിലെത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുമായി ചങ്ങാത്തം കൂടുന്നത് UDF-ന് ദോഷം ചെയ്യുന്നുവെന്ന് UDF ആലപ്പുഴ ജില്ലാ നേതൃത്വം. വാർത്തകൾ വിശദമായി. സമൂഹത്തിലുണ്ടാകുന്ന മൂല്യച്യുതിക്ക് കാരണം നിലവിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ അപാകതയാണെന്ന് മുൻമന്ത്രി പരേതനായ TM ജേക്കബിന്റെ മകൾ അമ്പിളി ജേക്കബ്. മുൻമന്ത്രിയായിരുന്ന TN ജേക്കബ് യുവജന സംഘടനയിലൂടെ ആദ്യ രാഷ്ട്രീയ പ്രവേശനം നടത്തിയപ്പോൾ സംസാരിച്ച വേദി എടത്വയിലെ കമ്മ്യൂണിറ്റി ഹാളായിരുന്നു. അച്ഛൻ രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്തു വെച്ച അതേ വേദിയിൽ നിന്ന് മകൾ അമ്പിളി ജേക്കബും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന്റെ സൂചനകൾ പ്രത്യക്ഷത്തിൽ പ്രകടമാക്കി. എല്ലാ തലങ്ങളിലും അഴിമതിയും ചൂഷണവുമാണ് നിലനിൽക്കുന്നത്. ഇതിന് മാറ്റമുണ്ടാവണമെങ്കിൽ വിദ്യാഭ്യാസ സമ്പ്രദായം ഉടച്ചുവാർക്കണമെന്നുള്ള അമ്പിളിയുടെ വാക്കുകളിൽ തന്നെ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ശരിക്കും മൂല്യങ്ങൾ ഇൻകൾക്കേറ്റ് ചെയ്യുക, കുട്ടികളിലേക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികളിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന്റെ ഒരു പരമപ്രധാനമായ ലക്ഷ്യം. നമുക്കിന്ന് നമ്മുടെ ചുറ്റുമുള്ള ഈ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള മൂല്യച്യുതികളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പം പത്രം എടുത്താൽ അറിയാം, കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ എല്ലാ ഫീൽഡിലും, ഇപ്പൊ രാഷ്ട്രീയ ആയിക്കോട്ടെ ഉദ്യോഗ തലത്തിലും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതി, ഇതിനെല്ലാം ഉള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ മൂല്യച്യുതി സംഭവിക്കുന്നത് തന്നെയാണ്. നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസത്തിൽ കൂടി മാത്രമേ മൂല്യങ്ങൾ കുട്ടികളിലേക്ക് വരും തലമുറയിലേക്ക് എത്തിക്കാൻ കഴിയൂ. അനൂപ് ജേക്കബും ജോണി നെല്ലൂരും UDF-ലെ ലയന സമ്മേളനത്തിൽ പങ്കെടുത്തതിനെ അമ്പിളി നിശിതമായി വിമർശിച്ചിരുന്നു. എന്തൊക്കെ വന്നാലും അച്ഛൻ ജീവൻ നൽകിയ പ്രസ്ഥാനത്തെ ലയനത്തിലൂടെ നശിപ്പിക്കുവാൻ അനുവദിക്കില്ല എന്ന ശക്തമായ നിലപാടാണ് അമ്പിളി അന്ന് സ്വീകരിച്ചത്. എന്തായാലും ഈ മാസം 9-ന് തിരുവനന്തപുരത്ത് നടന്ന TN ജേക്കബിന്റെ ജന്മദിന അനുസ്മരണ സമ്മേളനത്തിൽ ജോണി നെല്ലൂരും ഒപ്പം നിൽക്കുന്നവരും പങ്കെടുത്തിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. എല്ലാം കൂട്ടി വായിക്കുമ്പോൾ അമ്മയുടെ അനുഗ്രഹത്തോടെ കേരള രാഷ്ട്രീയത്തിൽ ചൂടുറപ്പിക്കുവാൻ ഒരുങ്ങുകയാണ് TN ജേക്കബിന്റെ മകൾ അമ്പിളി ജേക്കബ്. പ്രൊഫസർ ഉമ്മൻ മാത്യു ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസവും വീക്ഷണങ്ങളും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അമ്പിളി. അപ്പു ജോസഫ് ചാക്കോ മുഖ്യ പ്രഭാഷണം നടത്തി. ജോർജ് തോമസ്, ബിനു ദാമോദരൻ, വർഗീസ് കണ്ണമ്പള്ളി, അഡ്വക്കേറ്റ് ഉമ്മൻ മാത്യു, സുഷമ സുധാകരൻ, ബാബു വലിയവീടൻ, ജോജി ജെ വൈലപ്പള്ളി, ജോജി കരിക്കമ്പള്ളി എന്നിവർ സംസാരിച്ചു. കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന BJP-യുടെ ദേശീയ അധ്യക്ഷന് വേണ്ടപ്പെട്ട ആൾക്കാരെയാണ് CBI ടീമിൽ ഉൾപ്പെടുത്തി കേരളത്തിലേക്ക് അയച്ചിരിക്കുന്നത്. ഇത് CPM-നെ പ്രതിയാക്കി നേതാക്കളെ ജയിലിലടയ്ക്കാൻ വേണ്ടിയാണെന്ന് CPM രാമങ്കരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി R. രാജേന്ദ്രകുമാർ. ഇന്ത്യയിലെ മുഴുവൻ ചാനലുകളും പത്രങ്ങളും CPM-ന് എതിരാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം നിൽക്കുന്ന പ്രസ്ഥാനത്തെ തകർത്താൽ മാത്രമേ UDF-നും BJP-ക്കും കോർപ്പറേറ്റുകളുടെ താൽപര്യത്തിനനുസൃതമായി നീങ്ങാൻ സാധിക്കൂ. അതിനാലാണ് ചാനലുകളും പത്രങ്ങളും CPM-ന് എതിരാകുന്നത്. ഈ സാഹചര്യത്തിലാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ പ്രസക്തമാകുന്നതെന്നും R. രാജേന്ദ്രകുമാർ പറഞ്ഞു. ഈ അടുത്ത് കൊല്ലപ്പെട്ട മനോജ് RSS-ന്റെ കൊടും ക്രിമിനലായിരുന്നു. ഒരു ക്രിമിനൽ കൊല്ലപ്പെട്ടപ്പോൾ അതിൽ CBI അന്വേഷണം നടത്തുന്നത് കേരള ചരിത്രത്തിൽ ആദ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. മാമ്പുഴക്കരി പടിഞ്ഞാറ് ബ്രാഞ്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാജേന്ദ്രകുമാർ. ഒരു മനോജ് വധവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷിക്കുകയാണ്. മനോജ് വധം പറഞ്ഞു കഴിഞ്ഞാൽ RSS-ന്റെ ഒരു കൊടും ക്രിമിനലാണ്. ആ ക്രിമിനല് കൊല്ലപ്പെട്ടപ്പോ CBI അന്വേഷണം, അത് കേരള ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്. ഇങ്ങനെ ഒറ്റപ്പെട്ട യാദൃശ്യമായി നടക്കുന്ന ഒരു കൊലപാതകത്തിന് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയും കേന്ദ്രം ഭരിക്കുന്നത് BJP ആയതുകൊണ്ട് ഇന്നലത്തെ പത്രത്തിൽ ഒരു വാർത്തയുണ്ട്, BJP-യുടെ ദേശീയ അധ്യക്ഷന് വേണ്ടപ്പെട്ട ആളുകളെയാണ് CBI ടീമായി കേരളത്തിൽ വിടുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? CPM-നെ പ്രതിയാക്കി CPM-ന്റെ നേതാക്കന്മാരെ ജയിലിലടയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പത്രമാധ്യമങ്ങളെല്ലാം CPM-നെതിരാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു മാസക്കാലം ഏഷ്യാനെറ്റ് ചാനലിലുള്ള ഒരു ചർച്ചയിലും
CPM-ന്റെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചില്ല. ബോധപൂർവമാണ്. KK പ്രസന്നൻ, KK ജനാർദ്ദനൻ, KV സാവിത്രി തുടങ്ങിയവർ സംസാരിച്ചു. രാമങ്കര മാരാൻപറമ്പ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ NP വിൻസെന്റ് ഉദ്ഘാടന പ്രസംഗം നടത്തി. D മോഹനൻ, പ്രൊഫസർ രാമചന്ദ്രൻ, കുഞ്ഞുമോൻ, AB മനോജ്, ശരവണൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്രൈസ്തവരുടെയും ക്രൈസ്തവ മേലധ്യക്ഷന്മാരുടെയും അവഗണനയിൽ നിന്നാണ് നായർ സർവീസ് സൊസൈറ്റി എന്ന മഹത്തായ പ്രസ്ഥാനം ആരംഭിക്കാൻ കാരണമായതെന്ന് കുട്ടനാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് PK രാധാകൃഷ്ണ പണിക്കർ. നായർ സമുദായം സംഘടിതമല്ലാതിരുന്ന കാലത്തും ചങ്ങനാശ്ശേരിയിൽ ശ്രീമൂലം സമ്മേളനങ്ങൾ നടന്നിരുന്നു. 2 സമ്മേളനങ്ങളാണ് കന്നിമാസത്തിൽ നടന്നു വന്നിരുന്നത്. ഒന്നിൽ ക്രൈസ്തവ പ്രമാണി അധ്യക്ഷനാകുമ്പോൾ അടുത്തതിൽ നായർ പ്രമാണിയാണ് അധ്യക്ഷനായിരുന്നത്. എന്നാൽ പിന്നീട് 3 സമ്മേളനങ്ങൾ വർഷാവർഷം സംഘടിപ്പിക്കുകയും എല്ലാറ്റിന്റെയും അധ്യക്ഷ സ്ഥാനം ക്രൈസ്തവ പ്രമാണിമാരും വൈദികരും കവർന്നെടുത്തു. ഇതിൽ പ്രതിഷേധിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നായർ സമുദായ അംഗങ്ങൾ സമ്മേളനം ബഹിഷ്കരിച്ചു. തുടർന്നു കൂടിയ യോഗത്തിൽ ക്രൈസ്തവരുടെ അവഗണനയ്ക്കെതിരെ ഒന്നിക്കുവാൻ വിജയദശമി ദിനത്തിൽ ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിൽ സമ്മേളനം നടത്തി. 101 വർഷം മുമ്പുള്ള ഈ സമ്മേളനത്തിലാണ് NSS പിറവിയെടുത്തതെന്നും രാധാകൃഷ്ണ പണിക്കർ പറഞ്ഞു. കിടങ്ങറ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ശതവാർഷിക കുടുംബയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വിജയദശമി സമ്മേളനം ക്രൈസ്തവ മേധാവികളുടെ അവഗണനയ്ക്കെതിരെ പുരനിഷ്ഠമായി ചിന്തിച്ച് ഇങ്ങനെയൊരു സമ്മേളനവും ഇനിയും നായർ സമുദായത്തെ ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോയില്ല എങ്കിൽ ഒത്തിരി ഭവിഷ്യത്തുകൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സമ്മേളനമാണ് ഇങ്ങനെയൊരു സംഘടനയ്ക്ക് രൂപം നൽകുവാൻ പ്രേരകമായത്. അങ്ങനെ സമുദായ ആചാര്യനും അദ്ദേഹത്തോടൊപ്പമുള്ള 13 അംഗങ്ങളും കൂടി ചേർന്ന് സമുദായ ആചാര്യന്റെ ഭവനത്തിൽ വെച്ച് അദ്ദേഹത്തിന്റെ മാതാവ് കത്തിച്ച നിലവിളക്കിന് മുന്നിൽ നിന്നുകൊണ്ട് ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് 2014 ഒക്ടോബർ 31 ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ്. കരയോഗം പ്രസിഡന്റ് C രാജേന്ദ്രകുമാർ അധ്യക്ഷനായി. പ്രൊഫസർ KP നാരായണപിള്ള മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. P രാധാകൃഷ്ണൻ നായർ, V ഉണ്ണികൃഷ്ണൻ, ശ്രീദേവി രാജു, ഡോക്ടർ MR ഗോപാലകൃഷ്ണപിള്ള, നിർമ്മല മുരളീധരൻ, S കമലമ്മ ബാബു എന്നിവർ സംസാരിച്ചു. UDF ആലപ്പുഴ ജില്ലാ നേതൃത്വത്തിൽ മന്ത്രിസഭയിലെ ചില മന്ത്രിമാർക്കെതിരെ രൂക്ഷ വിമർശനം. മന്ത്രിമാർ ആലപ്പുഴയിലെത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുമായി ചങ്ങാത്തം കൂടുന്നത് പാർട്ടിക്ക് തിരിച്ചടിയാവുന്നുവെന്നാണ് വിമർശനം. ഇടതുപക്ഷ നേതാക്കളുമായിട്ടുള്ള മന്ത്രിമാരുടെ മൃദു സമീപനത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും UDF നേതാക്കൾ അറിയിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നേതൃത്വത്തിന് തലവേദനയായി മാറിയത് ഷാനിമോൾ ഉസ്മാന്റെയും KC വേണുഗോപാലിന്റെയും ആരോപണ പ്രത്യാരോപണങ്ങളായിരുന്നു. എന്നാൽ ഒരിടവേളയ്ക്ക് ശേഷം ആലപ്പുഴയിലെ UDF നേതൃത്വത്തിന്റെ നിലപാട് സംസ്ഥാന നേതൃത്വത്തിനെ അസ്വസ്ഥമാക്കിയിരിക്കുകയാണ്. അതേസമയം ഉമ്മൻചാണ്ടി നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയിലെ ഏതൊക്കെ മന്ത്രിമാരാണ് ഇടതുപക്ഷവുമായി കൈകോർക്കുന്നതെന്ന് വെളിപ്പെടുത്താൻ നേതാക്കൾ തയ്യാറായിട്ടില്ല. എന്തായാലും UDF ആലപ്പുഴ ജില്ലാ നേതൃയോഗത്തിൽ ഉയർന്ന ആരോപണം വീണ്ടും ചർച്ചയാവാനാണ് സാധ്യത. KCV ന്യൂസ് ആലപ്പുഴ. മനുഷ്യനെ ഇരുകാലി മൃഗങ്ങളായി കണ്ടിരുന്ന വരേണ്യവർഗത്തിന്റെ ഉച്ച നീചത്വങ്ങളിൽ നിന്നും പിന്നോക്കക്കാരെ മോചിപ്പിച്ച് ആത്മാഭിമാനമുള്ളവരാക്കി തീർത്തത് ശ്രീനാരായണ ഗുരുവാണെന്ന് പ്രമുഖ പണ്ഡിതനും അധ്യാപകനുമായ സുകുമാരൻ കാരാഞ്ചേരി അഭിപ്രായപ്പെട്ടു. മൃഗസമാനമായ അവസ്ഥയിൽ മറ്റുള്ളവർക്കായി നടുവാനും കൊയ്യുവാനും വിതയ്ക്കുവാനുമായി ജീവിക്കേണ്ട സാഹചര്യത്തിന് മാറ്റമുണ്ടാവുകയില്ലായിരുന്നു ശ്രീനാരായണ ഗുരു ജനിച്ചില്ലായിരുന്നെങ്കിലെന്നും സുകുമാരൻ കാരാഞ്ചേരിയിൽ പറഞ്ഞു. ശ്രീനാരായണ ദർശനങ്ങളുടെ പ്രസക്തി ആധുനിക സമൂഹത്തിൽ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ നിർമ്മാണങ്ങളുടെ ആധാരം ഉണ്ടാകാതിരിക്കുകയും മറ്റുള്ളവർക്കായി ഉടാനും നടുവാനും കറ്റ കൊയ്യാനും ഗ്രഹിക്കുവാനും പറ്റുന്ന ഇരുകാലി മൃഗങ്ങളായ മനുഷ്യർ മൃഗസമാനമായി ജീവിക്കുന്നുവെന്ന് വേദനയോടെ ആത്മവിമാരാകാൻ ചിത്രീകരിച്ച ജീവിതചര്യ നമുക്ക് മാറ്റപ്പെടാൻ സാധ്യമായിരിക്കുക. അതില്ലാതാക്കുന്നതിന് വേണ്ടി അനവധി സുന്ദരമായ ഒരു ജീവിതം നമുക്ക് സംഭാവന ചെയ്യുന്നതിന് വേണ്ടി നിതാന്ത ഭക്തിയോട് സാധ്യഭാഷമായ വ്യക്തിയെ കൂട്ടുപിടിച്ചുകൊണ്ട് തപസ്യയെ അന്വേഷിച്ച ശ്രീനാരായണ നിർമ്മാണങ്ങളുടെ അവതാരങ്ങൾ ഇവിടെ പ്രകടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. രാമങ്കരി SNDP യോഗത്തിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ പഠന കേന്ദ്രമാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ യോഗം അഡ്മിനിസ്ട്രേറ്റർ PR ജയൻ അധ്യക്ഷനായി. ബൈജു പുളിമൂട്ടിൽ, J സുമനൻ, JS ജീമോൻ കാരാഞ്ചേരിൽ എന്നിവർ സംസാരിച്ചു. അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവോത്ഥാന സദസ്സ് സംഘടിപ്പിച്ചു. അനാചാരങ്ങളുടെ തടവറയിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കുക, മതേതരത്വം സംരക്ഷിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് നവോത്ഥാന സദസ്സ് സംഘടിപ്പിച്ചത്. ആലപ്പുഴ EMS സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടി മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ലീല അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം ജയൻ, ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ, പ്രൊഫസർ ബിച്ചു S മലയിൽ, CB ചന്ദ്രബാബു, CS സുജാത, ജലജ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. രവീന്ദ്രനാഥ ടാഗോർ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ഈ സമൂഹത്തോട് പ്രാർത്ഥിച്ചത് എന്താ പ്രാർത്ഥിച്ചത് നിങ്ങൾക്കെല്ലാം അറിയാലോ. എങ്ങനെയുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം മോഹിച്ചത്?
ടാഗോർ പറഞ്ഞത്, എവിടെ മനസ്സ് നിർഭയവും ശിരസ് ഉന്നതവുമായിരിക്കുന്നുവോ, എവിടെ ഇടുങ്ങിയ ചിന്താഗതികളുടെ വേലിക്കെട്ടുകൾ മനുഷ്യരെ തമ്മിൽ വേർതിരിക്കാതിരിക്കുന്നുവോ, എവിടെ വിദ്യ സ്വതന്ത്രമായിരിക്കുന്നുവോ, ആ സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗത്തിലേക്ക് പ്രഭു എന്റെ രാജ്യത്ത് ഉയർത്തണമേന്ന ടാഗോറിനെ പോലെ ആയാൽ മതി എന്നുള്ളതാണ്. ഒരു സന്യാസി ഇരുന്നിട്ട് ഇങ്ങനെ മണിമുട്ടി പ്രാർത്ഥിക്കുകയാണ് ടാഗോർ നോക്കുമ്പോൾ. അന്നപാനാദികളില്ലാതെ ഒന്നും കഴിക്കാതെ, കാരണം ദൈവത്തിന് ഭക്ഷണം കഴിക്കുന്നതെന്തോ ഇഷ്ടമല്ല എന്ന് ആരോ ധരിച്ചു വശമായിട്ടുണ്ട്. അതുകൊണ്ടാണ് പട്ടിണി കിടന്നിട്ട് ദൈവത്തെ പ്രാർത്ഥിക്കണമെന്ന് തോന്നുന്നത്. കിഡ്നി ഫെഡറേഷൻ ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിഡ് ചിറമേൽ നയിക്കുന്ന മാനവ കാരുണ്യ യാത്ര ഈ മാസം 14 ആലപ്പുഴയിലെത്തും. സ്നേഹ സന്ദേശവുമായി എത്തുന്ന മാനിഷാദ യാത്രയ്ക്ക് വരവേൽപ്പ് നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജാഥയോടനുബന്ധിച്ച് ഒപ്പുശേഖരണം, തെരുവ് നാടകം എന്നിവ ഉണ്ടായിരിക്കും. 14 രാവിലെ 9:30 അർത്തുങ്കലിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകും. വൈകിട്ട് 3 ആലപ്പുഴയിൽ എത്തുന്ന യാത്രയ്ക്ക് പൌരാവലി വരവേൽപ്പ് നൽകും. SDV സെന്റിനറി ഹാളിൽ നടക്കുന്ന സമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഫാദർ ചെറമേൽ നമുക്കാർക്കും പുതിയ ആളല്ല. നേരത്തെ ഇവിടെ ഒരു അവയവദാനത്തിന് വേണ്ടി എല്ലാവരും ഓർത്തുകയാണ്, മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നത്. അവയവദാനത്തിന് വേണ്ടി അദ്ദേഹം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു ജാഥ നയിച്ചിട്ടുള്ള ആളാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ സ്വയം അവയവം ദാനം ചെയ്തതിന് ശേഷമാണ് അദ്ദേഹത്തിന് പുറപ്പെട്ടത്. അതുപോലെയാണ് അദ്ദേഹം ഇപ്പോൾ ഇതിൽ മാനുഷാദ കൊല്ലരുത് എന്ന് പറഞ്ഞ ഒരു തീമിലാണ് അദ്ദേഹം തുറന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇവിടെ ധാരാളം കൊലപാതകവും പിന്നെ ലഹരിയുടെ ഉപയോഗത്തിൻ്റെ ദൂഷ്യവശങ്ങളും എല്ലാമാണ് അദ്ദേഹത്തിൻ്റെ പുതിയ തീം. അത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം കാസർഗോഡ് നിന്ന് വരുന്നത്. വാർത്താസമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ ജെ കൃഷ്ണൻ, രവി പാലത്തിങ്കൽ, ജേക്കബ് ജെ അറക്കൽ, AN-പുരം ശിവകുമാർ എന്നിവർ പങ്കെടുത്തു. ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ചങ്ങനാശ്ശേരി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നഗര ശുചീകരണ പദ്ധതിക്ക് തുടക്കമായി. ചങ്ങനാശ്ശേരി നഗരവും വിവിധ സർക്കാർ സ്ഥാപനങ്ങളും മാലിന്യങ്ങൾ നിറഞ്ഞ സാഹചര്യത്തിലാണ് ബിൽഡേഴ്സ് അസോസിയേഷൻ ശുചീകരണ പ്രവർത്തനവുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. 6 മാസങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ച ചങ്ങനാശ്ശേരി സെന്ററിൽ വിവിധ കർമ്മ പദ്ധതികൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ടമെന്ന നിലയിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. നഗരത്തിലെ ഏറ്റവും തിരക്കുള്ളതും ദിവസേന 100 കണക്കിന് ജനങ്ങൾ എത്തുന്നതുമായ റവന്യൂ ടവറും പരിസരത്തുമുള്ള മാലിന്യങ്ങളും ബോട്ട് ജെട്ടിയിലെ മാലിന്യങ്ങളുമാണ് ഞായറാഴ്ച സെന്ററിന്റെ നേതൃത്വത്തിൽ വൃത്തിയാക്കിയത്. തുടർ നടപടി എന്ന നിലയിൽ ചങ്ങനാശ്ശേരി നഗരത്തിൽ വിവിധ കർമ്മ പദ്ധതികൾ നടപ്പാക്കും. കൂടാതെ ചങ്ങനാശ്ശേരിയുടെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന 5 വിളക്ക് പഴമ നിലനിർത്തി ആധുനിക സംവിധാനത്തിൽ പുനരുദ്ധരിക്കാനുള്ള നടപടികളും ആരംഭിച്ചു. ബിൽഡേഴ്സ് അസോസിയേഷൻ ഇന്ത്യ എന്ന ഒരു ബൃഹത്തായ സംഘടനയുടെ കേരളത്തിലെ 14ാമത്തെ സെന്ററാണ് ചങ്ങനാശ്ശേരി. ഒരു 6 മാസമായുള്ള ഞങ്ങളിവിടെ രൂപീകൃതമായതിനു ശേഷം ഞങ്ങൾ ഇങ്ങനെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ജോലികൾ ഏറ്റെടുത്ത് ആദ്യമായിട്ട് മുന്നോട്ട് വരുന്ന ഒരു സംഭവമാണ് റവന്യൂ ടവറിൻ്റെ ക്ലീനിങ്, ബോട്ട് ജെട്ടിയുടെ ക്ലീനിങ്. റവന്യൂ ടവർ കണ്ടപ്പോഴാണ് റവന്യൂ ടവറിൻ്റെ വളരെ ശോചനീയമായ അവസ്ഥ. ഏറ്റവും കൂടുതൽ സമൂഹം ആശ്രയിക്കുന്ന റവന്യൂ ടവർ കണ്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ വിഷമം തോന്നി. ഇത്രയധികം ശോചനീയമായ രീതിയിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് നോക്കുമ്പോൾ ഇവിടെ ഞങ്ങളുടെ സേവനം മറ്റുള്ള സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് വളരെ ആവശ്യകരമാണെന്ന് തോന്നിയുകൊണ്ടാണ് ഞങ്ങളിത് ഏറ്റെടുത്തത്. ഇപ്പോൾ തന്നെ ഞങ്ങൾ 5 വിളക്കിൻ്റെ നവീകരണ പ്രവർത്തനത്തിനുള്ള ഒരു പുതിയ പ്രൊജക്റ്റ് മുനിസിപ്പൽ ചെയർമാനുമായിട്ട് സംസാരിച്ച് അതിൻ്റെ സ്കെച്ച് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ നല്ല രീതിയിൽ അതൊരു ആധുനിക രീതിയിൽ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ ആധുനിക രീതിയിൽ അതൊരു നല്ല ഒരു കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ള ഒരു രീതിയിൽ അത് ആക്കിയെടുക്കാനുള്ള സ്കെച്ച് ഞങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വിവിധ പദ്ധതികൾക്ക് ഒപ്പം തന്നെ ശുചിത്വ സന്ദേശം നൽകി ചങ്ങനാശ്ശേരിയെ മാലിന്യ വിമുക്തമാക്കാനാണ് ബിൽഡേഴ്സ് അസോസിയേഷന്റെ ശ്രമം. KCV ന്യൂസ്, ചങ്ങനാശ്ശേരി. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ.
അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ, ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. വാർത്തകൾ തുടരുന്നു. ആലപ്പുഴയിൽ കുടുംബശ്രീ പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധം വ്യാപകമാകുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ അടക്കം 12 സ്ത്രീകൾക്കാണ് പരിക്കേറ്റത്. കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ മുഹസിൻ കോയയെ മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് കുടുംബശ്രീ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത്. സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയതിന്റെ പേരിൽ നേരത്തെ തന്നെ പേരുദോഷം വരുത്തിവെച്ചയാളാണ് കോയ. വെറും കോയയല്ല, ഡോക്ടർ മുഹസിൻ കോയ എന്നാണ് മുഴുവൻ പേര്. പണ്ട് മൃഗസംരക്ഷണ വകുപ്പിലായിരുന്നു ഇദ്ദേഹത്തിന് ജോലി. പരാതി പറയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ സാധു മിണ്ടാപ്രാണികളും തങ്ങളോട് അപമര്യാദയായി പെരുമാറിയതിന്റെ പേരിൽ ഇദ്ദേഹത്തിനെതിരെ പരാതി ഉന്നയിക്കുമായിരുന്നുവെന്നാണ് കുടുംബശ്രീയിലെ പെണ്ണുങ്ങൾ പറയുന്നത്. മിണ്ടാപ്രാണികളെ പോലെ അല്ലല്ലോ നമ്മുടെ സ്ത്രീകൾ. സ്ത്രീത്വം വ്രണപ്പെടുന്ന ഏത് സാഹചര്യത്തിലും അവർ കരുത്തരാകും. അതിന് കാരണക്കാരനായവനെ പുറത്താക്കുവാൻ ജനാധിപത്യപരമായ സമരങ്ങളും സംഘടിപ്പിക്കും. അങ്ങനെയാണ് കഴിഞ്ഞ 10-26 ദിവസമായി അവർ സമാധാനപരമായി വിവിധ സമരമുറകൾ നടത്തിയത്. എന്നാൽ ആരെയോ ചുമന്നാൽ ചുമക്കുന്നവനും നാറുമെന്ന നാടൻ ചൊല്ല് കോൺഗ്രസിനും പ്രത്യേകിച്ച് AA ഷുക്കൂറും മറന്നു. എന്തായാലും പെൺപടപ്പുറപ്പാട് കണ്ട കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ കോയയ്ക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ചികിത്സയിലാണത്രേ. ഏതോ വൻ കലാപം നടക്കാൻ പോകുന്നു എന്ന മട്ടിലുള്ള കോൺഗ്രസ് പ്രചരണത്തിൽ വീണുപോയ കളക്ടർ ആലപ്പുഴയിലെ വലിയകുളം വാർഡിൽ 7 ദിവസത്തേക്ക് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. കളക്ടറുടേത് രാഷ്ട്രീയ നിരോധനാജ്ഞയാണെന്നാണ് CPM-കാരുടെ പക്ഷം. കോൺഗ്രസിന്റെ ചരടുവലിക്കത്ത് തുള്ളുന്ന പാവയായി കളക്ടർ മാറിയെന്ന് CDS പ്രവർത്തകരും ആരോപിക്കുന്നു. കുടുംബശ്രീ പ്രവർത്തകരോട് അപമര്യാദയായി പെരുമാറുകയും ക്രമക്കേട് കാണിക്കുകയും ചെയ്തയാളെ കോൺഗ്രസ് നേതൃത്വം എന്തിനു സംരക്ഷിക്കുന്നു എന്ന ചോദ്യമാണ് ഇനിയും ബാക്കിയാവുന്നത്. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു. മുനിസിപ്പൽ ടൌൺ ഹാളിൽ നടന്ന സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് AP അഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. സുനിൽ കറുകത്തറ, സലീം മുരുക്കുമൂട്, ഷംസുദ്ദീൻ, ചിറപ്പുറത്ത് മുരളി, ശിവപ്രസാദ്, മോനിഷ സുരേഷ് എന്നിവർ സംസാരിച്ചു. ഓറിയന്റൽ ഇൻഷുറൻസ് കായംകുളം ബ്രാഞ്ച് മാനേജർ PG ശ്രീനിവാസൻ നായർ ഇൻഷുറൻസ് പോളിസി വിവരങ്ങൾ നൽകി. പോളിസി വിതരണം G സുധാകരൻ MLA വിതരണം ചെയ്തു. കാലഘട്ടങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന സർവീസ് ടാക്സിൽ പോലും നിയമത്തെ പ്രതിപാദിക്കുന്നത് ലൈറ്റ് ആൻഡ് സൗണ്ട്സുകാരൻ വേറെ, ഡെക്കറേഷൻകാരൻ വേറെ, പന്തലുകാരൻ വേറെ എന്നല്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഷമിയാനയ്ക്ക് കീഴിലുള്ള മുഴുവൻ സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്കായിരുന്നു സർവീസ് ടാക്സ് കൊടുക്കുന്നത്. അപ്പൊ മുഖ്യം ഷമിയാന, പന്തൽ, അതാണ്. അല്ലാതെ ഇവിടെ പന്തലുകാരൻ വേറെയല്ല, ലൈറ്റ് ആൻഡ് സൗണ്ട്സുകാരൻ വേറെയല്ല, ഡെക്കറേഷൻസുകാരൻ വേറെയല്ല, എല്ലാം ഒന്നാണ്. വടക്കൻ ജില്ലകളിലൊക്കെ ഇതൊന്നാണ്. കോഴിക്കോട് മുതൽ മലപ്പുറം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ജില്ലകളിൽ ഇതെല്ലാം ഒന്നാണ്. അധിക നികുതിക്കും അഴിമതിക്കുമെതിരെ ഭാരതീയ മസ്ദൂർ സംഘം BMS എടത്വ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. ധർണാ സമരം BMS ആലപ്പുഴ ജില്ലാ സെക്രട്ടറി B രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ KK കൃഷ്ണൻകുട്ടി, PR സന്തോഷ്, ബിനുകുമാർ, വിജീഷ്, PR സതീശൻ എന്നിവർ സംസാരിച്ചു. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇവിടെ ഒരു പ്രോട്ട് നാടകം നടത്തിക്കൊണ്ട് ഒരേ തൂവൽ പക്ഷികളായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് രാജാവ് നഷ്ടനാണെന്ന് പറയുവാൻ ആർജവമുള്ള ഒരു തൊഴിലാളി പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഭാരതത്തിലെമ്പാടും ഇത്തരം സായാഹ്ന ധർണകൾ നടത്തിക്കൊണ്ട് സാധാരണക്കാരന്റെ, തൊഴിലാളികളുടെ വികാരം, പ്രതിഷേധം പ്രകടിപ്പിക്കുവാനുള്ള ഒരവസരം സൃഷ്ടിക്കുവാൻ ഭാരതീയ മസ്ദൂർ സംഘം തയ്യാറാക്കുന്നത്. അതിന്റെ ഫലമായിട്ടാണ് ഇവിടെ ഈ സായാഹ്ന
ധർണ സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരള കാത്തോലിക് ദലിത് അൽമായ സംഘം ചങ്ങനാശ്ശേരി മേഖലാ കൺവെൻഷൻ ഞായറാഴ്ച നടന്നു. ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം കേരള സ്റ്റേറ്റ് SC/ST സർവീസ് സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് AP കക്കാട് ഉദ്ഘാടനം ചെയ്തു. അൽമായ സംഘം സ്റ്റേറ്റ് സെക്രട്ടറി മാത്യൂസ് ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അൽമായ സംഘം സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് TJ പോൾ, സേവ്യർ മാന്നാനം, PO പീറ്റർ, അഡ്വക്കേറ്റ് CJ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഞെട്ടിക്കുന്ന വിപ്ലവകരമായ മാറ്റത്തിനായി കേന്ദ്രത്തിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവர்களுം കേന്ദ്രത്തിലെ BJP സർക്കാരിനും പട്ടികജാതി ക്രൈസ്തവ സംവരണം അടിയന്തരമായി നടപ്പിലാക്കണം എന്നാണ്. അങ്ങനെ പറയുമ്പോൾ ഇതിനകത്ത് ചെറിയ ചില വ്യത്യാസങ്ങൾ ആദ്യമേ തന്നെ വരുന്നുണ്ട്. കാരണം വേദിയിൽ ഉപയോഗിച്ചിട്ടായിരിക്കുന്ന ഞങ്ങളിതിനെ പട്ടികജാതി ക്രൈസ്തവരെന്നാണ് ഉദ്ദേശിക്കുന്നത്. കേരള സ്റ്റേറ്റ് പട്ടികജാതി പട്ടികവർഗ സർവീസ് സൊസൈറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് അല്ലെങ്കിൽ പദം അല്ലെങ്കിൽ നാമം എന്ന് പറയുന്നത് പട്ടികജാതി ക്രൈസ്തവർ എന്നായിരിക്കും. ഇനി ചരമ വാർത്തകൾ. എടത്വ പുത്തൻപുരയ്ക്കൽ ഫ്രാൻസിസ് മസ്കറ്റിൽ നിര്യാതനായി. 59 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച 2-ന് ചങ്ങനാശ്ശേരി കത്തീഡ്രൽ ദേവാലയ സെമിത്തേരിയിൽ. നെടുമുടി തോട്ടുവാത്തല 120 ചിറ NK മോഹനൻ നിര്യാതനായി. 60 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച 3-ന് വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള രാഷ്ട്രീയത്തിൽ കണ്ണെറിഞ്ഞ് അമ്പിളി ജേക്കബ്. ലയനത്തിനില്ലെന്നും പിതാവ് TM ജേക്കബ് ചോരയും നീരും കൊടുത്തു വളർത്തിയ പാർട്ടിയെ സംരക്ഷിക്കുമെന്നും അമ്പിളി ജേക്കബ്. കൂട്ടിലെ തത്തയായി CBI. CPM-നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ BJP ദേശീയ അധ്യക്ഷൻ ഇഷ്ടക്കാരെ CBI-യിൽ തിരികെ കയറ്റി കേരളത്തിലേക്ക് അയക്കുന്നുവെന്ന് രാമങ്കരി LC സെക്രട്ടറി R രാജേന്ദ്രകുമാർ. അവഗണിക്കാനാവാത്ത ശബ്ദം. അവഗണനയിൽ നിന്നും അടിച്ചമർത്തിൽ നിന്നുമാണ് NSS എന്ന മഹാപ്രസ്ഥാനം രൂപപ്പെട്ടതെന്ന് കുട്ടനാട് യൂണിയൻ പ്രസിഡന്റ് PK രാധാകൃഷ്ണ പണിക്കർ. കൂറ് അങ്ങും ചോറ് ഇങ്ങും. കോൺഗ്രസ് മന്ത്രിമാർ ആലപ്പുഴയിലെത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുമായി ചങ്ങാത്തം കൂടുന്നത് UDF-ന് ദോഷം ചെയ്യുന്നുവെന്ന് UDF ആലപ്പുഴ ജില്ലാ നേതൃത്വം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.